രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ അടുത്ത ജനറൽ സെൻസസിനൊപ്പം ജാതി സെൻസസും നടത്താനാണ് തീരുമാനം. പ്രതിപക്ഷത്ത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആവർത്തിച്ചാവശ്യപ്പെട്ട കാര്യമാണിത്. എന്നാൽ ജാതി സെൻസസ് പ്രത്യേകമായി നടത്തില്ലെന്നും സെൻസസിനൊപ്പം പൗരന്മാരുടെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കും എന്നുമാണ് വിവരം. അതേസമയം സംസ്ഥാനങ്ങൾ നടത്തിയത് ജാതി തിരിച്ചുള്ള സർവേയാണ് എന്നും ജാതി സെൻസസ് അല്ല എന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു. Under the leadership of our Prime Minister Shri Narendra Modi ji, the Cabinet Committee of Political Affairs has decided today, that is 30th April 2025, that caste enumeration should be included in the forthcoming census. This demonstrates that our government is committed to the values and interests of our society and country. Like in the past, when our government had introduced 10% reservation for the economically weaker sections of the society without causing any stress in any section of the society. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിഷയം രാഹുൽ ഗാന്ധി അടക്കം ആവർത്തിച്ചുന്നയിച്ചിരുന്നതാണ്. കേന്ദ്ര സർക്കാർ സെൻസസ് നടത്താൻ എന്തിനു മടിക്കണം, ജാതി സെൻസസ് നടത്താൻ ഭയമാണോ എന്ന ചോദ്യങ്ങളടക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നതാണ്. രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് എത്രത്തോളം സാമ്പത്തികമായി സാമൂഹികമായി ഉയരാൻ സാധിച്ചു എന്നതൊക്കെ ഈ സെൻസസിലൂടെ ബോധ്യപ്പെടും എന്നുള്ളതായിരുന്നു പ്രധാനമായും കോൺഗ്രസിന്റെ ആരോപണങ്ങൾ, വിവാദങ്ങൾ. ഇത് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ സുപ്രധാനമായി തീരുമാനത്തിലേക്ക് പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്ക് ഒരുങ്ങവേ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു. സാമ്പത്തിക സുരക്ഷാ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളാണ് നടന്നത്. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ആലോചിക്കുകയാണ്. ഇറക്കുമതിയടക്കം നിലവിലുള്ള വാണിജ്യബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും. പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ് ഇന്ത്യൻ വ്യോമപാത അടച്ചേക്കും. കപ്പൽ ഗതാഗതത്തിനും തടയിടാൻ സാധ്യതയുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് കേന്ദ്രം പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനാക്കി 7-അംഗ സമിതി രൂപീകരിച്ചു. ഇതിനിടെ ജമ്മു കാശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി NIA സംഘം ആക്രമണ രംഗം പുനരാവിഷ്കരിച്ചു. അതിനിടെ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അദൌല തരാർ പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലും പാകിസ്ഥാൻ തേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയിലടക്കം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വ്യക്തമാണ്. അത് പക്ഷേ ഒരു സൈനിക നീക്കത്തിനപ്പുറം ഇന്ത്യയെ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ സാധാരണക്കാരായ പൗരന്മാരുടെ ജീവഹാനി ആഗ്രഹിക്കുന്നവർ അല്ല. തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇതിനു മുമ്പും അധികമായും ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് സാമ്പത്തികമായ വ്യോമപാതകൾ അടച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലും